ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തി. വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഹ്യുണ്ടായി എക്സ്റ്റർ അവനാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. അടിപൊളി ഡ്രൈവായിരുന്നു. യാതൊരു മടുപ്പുമില്ല, ഒരു ലാഗുമില്ല. ലാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AMG ഓടിക്കുന്ന അങ്ങനത്തെ ഒരു ഫീലിംഗും ഇല്ലായിരുന്നു. അടിപൊളി യാത്രയായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചിട്ട് പോലും ഒരു യാത്രാക്ഷീണമോ ഒരു മടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ഇരുന്ന ആശുകുട്ടിയാണെങ്കിൽ തന്നെ സാധാരണ വണ്ടി കയറി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുന്ന പാർട്ടിയായിരുന്നു. പക്ഷേ അവളും നല്ല എൻജോയ്മെൻറ്റിൽ തന്നെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതിൻ്റെ മൈലേജിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഹ്യുണ്ടായി എക്സ്റ്ററിന് മൈലേജ് ഇല്ല എന്ന് പല ആൾക്കാരും എന്നോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. എൻ്റെ പല വീഡിയോയുടെയും താഴെ കമൻറ്റിലും വന്നിട്ടുണ്ട്, മൈലേജ് തീരെ കുറവാണ്, 13 ഉള്ളൂ, 14 ഉള്ളൂ, പിന്നെ AC ഇട്ട് കഴിഞ്ഞാൽ തീരെ മൈലേജില്ല, അങ്ങനെയൊക്കെ കുറേ കംപ്ലയിൻറ്റ്സ് മൈലേജിനെ പറ്റി ഇങ്ങനെ കേട്ടിരുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിലല്ല, നമ്മുടെ ഈ ട്രിപ്പിൽ കിട്ടിയ മൈലേജ്, കറണ്ട് ട്രിപ്പിൽ ഞാൻ ആ സ്പീഡോമീറ്റർ കാണിച്ചു തരാം. പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷേ അതിശയിപ്പിക്കുന്ന ഒരു മൈലേജാണ് ഹ്യുണ്ടായി എക്സ്റ്റർ എനിക്ക് തന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പെട്രോൾ വിലയ്ക്ക് വളരെ ലാഭകരമായി തന്നെ എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് പറയാനുള്ളത്, ചാനൽ പുതിയതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും, ചെയ്യാനിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നെയും നിങ്ങളും അങ്ങനെ തന്നെ വേണം കരുതാൻ കേട്ടോ. നമുക്ക് കുറച്ചങ്ങ് മുന്നോട്ട് പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇരുന്ന് നമുക്ക് വിശദമായിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം. സ്പീഡോമീറ്ററിൽ മൈലേജ് കാണിക്കാം കേട്ടോ. നമുക്കൊരു ചായ കുടിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വാഹനം നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല രീതിയിൽ ഓടിക്കുക, നല്ല ശീലം വണ്ടിയിൽ ചെയ്യുക. അത് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ മൈലേജ് നന്നായി കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് നേരെ അങ്ങ് പോകാം. ഇപ്പോൾ ഇവിടെ ഒരു ടണലുണ്ട്, നമുക്ക് ആ ടണലിൽ കയറി ഇറങ്ങിയിട്ട് ചായ കുടിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ.
റോഡിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കി ചായ കുടിക്കാനാണ്. ആശുക്കുട്ടി എന്തൊക്കെയോ സ്നാക്സ് തപ്പുന്നുണ്ട്. ചായ കുടി കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. നമുക്ക് 25.2 25.6 വരെയൊക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വിട്ടേക്ക് നമുക്കൊരു ആവറേജ് 25 കിലോമീറ്റർ ലിറ്ററിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഹൈവേ ആണ്, ലോങ് റൂട്ട് ആയതുകൊണ്ടായിരിക്കും ഇത്രയും മൈലേജ് കിട്ടിയത്. എന്നിരുന്നാലും ഈ പെട്രോൾ വിലയ്ക്ക് നമുക്കത് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. അങ്ങനെ ഹ്യുണ്ടായി എക്സ്റ്റർ നല്ല യാത്രാ കംഫർട്ട് തരുന്നുണ്ട്. പിന്നെ ഈ മൈലേജിൻ്റെ കാര്യത്തിലും ഓക്കെയാണ്. ഒരു മീഡിയം ക്ലാസ് ഫാമിലി, അതായത് നമ്മളെപ്പോലെ ഒരു ഇടത്തരം ഫാമിലിക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടിയാണ് കേട്ടോ. കൊണ്ട് നടന്നാലും നമുക്ക് നഷ്ടം വരുത്തത്തില്ല. ഒരു നല്ല സ്മൂത്ത് വണ്ടിയാണ്. പിന്നെ സേലമൊക്കെ എത്തി. നമ്മൾ സൗദിയിൽ നിന്ന് കൊണ്ട് പോകുന്നപ്പോൾ പൊതിച്ചോറ് എടുക്കാത്തതുകൊണ്ട് നമ്മൾ സ്റ്റാർബക്സിൽ കയറി കുറേ കാശ് നഷ്ടം വന്നത് നമ്മളിവിടെ നികത്തി. കാരണം നമ്മൾ പൊതിച്ചോറും കൊണ്ടാണ് വന്നത് കേട്ടോ. പൊതിച്ചോറും കൊണ്ട് വന്നത് കാരണം അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് നേരെ ബാംഗ്ലൂരേക്ക് പോകാം. കൂട്ടുകാരോട് ഒന്നുകൂടി പറയുകയാണ്, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു. ടോൾ പ്ലാസ വരുന്നുണ്ടേ, ടോളൊക്കെ അടയ്ക്കണം. നല്ല റോഡായതുകൊണ്ട് ടോൾ അടയ്ക്കുന്നതിന് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നല്ല റോഡാണെങ്കിൽ നമുക്ക് ടോൾ കൊടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല.